പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം 9ാം ക്ലാസ്സിലെ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആർക്കിമിഡീസ് തത്വമാണ്. അതിലാദ്യമായി നമ്മൾ മഹാനായ ആർക്കിമിഡീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ഒരു ചരിത്രവും അതിനെ തുടർന്ന് എന്താണ് ആർക്കിമിഡീസ് തത്വം എന്നതും നമുക്ക് പഠിക്കാം. എല്ലാവർക്കും അതിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർക്കിമിഡീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. സിറാക്കൂസിലെ ഹീറോ രണ്ടാമൻ രാജാവ് ഒരു സ്വർണ്ണ കിരീടം ഉണ്ടാക്കിയപ്പോൾ അതിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ആർക്കിമിഡീസിനെ ചുമതലപ്പെടുത്തി. കിരീടത്തിന്റെ വ്യാപ്തം അറിഞ്ഞാലേ അതിന്റെ സാന്ദ്രത അളക്കാൻ പറ്റുകയുള്ളൂ. കിരീടം ഉരുക്കി വ്യാപ്തം അളക്കാവുന്ന ഒരു ആകൃതിയിലേക്ക് മാറ്റാൻ രാജാവ് സമ്മതിക്കുകയുമില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ ചിന്തയുമായി കുളിക്കാനിറങ്ങിയ ആർക്കിമിഡീസ് ആ കുളത്തൊട്ടിയിലെ വെള്ളം കവിഞ്ഞൊഴുകുന്നത് ശ്രദ്ധിച്ചു. ഇത് കണ്ടപ്പോൾ കിരീടത്തിന്റെ വ്യാപ്തം അളക്കുന്നതിന് അത് വെള്ളത്തിൽ മുക്കുമ്പോൾ അത് ആദേശം ചെയ്യുന്ന വെള്ളത്തിന്റെ വ്യാപ്തം അളന്നാൽ മതിയെന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ചു. എന്നാൽ ഇങ്ങനെ കിരീടത്തിന്റെ വ്യാപ്തവും അതിൽ നിന്ന് അതിന്റെ സാന്ദ്രതയും കണ്ടുപിടിക്കുന്നതിനു പകരം കിരീടത്തിന്റെയും ശുദ്ധമായ സ്വർണത്തിന്റെയും സാന്ദ്രതയിലുള്ള വ്യത്യാസം കണ്ടെത്താനുള്ള ഒരു വിദ്യ അദ്ദേഹം കണ്ടുപിടിച്ചു. ഇതിന്റെ ആവേശത്തിൽ യുറേഖ യുറേഖ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ആർക്കിമിഡീസ് കൊട്ടാരം വരെ ഓടി എന്ന് പറയപ്പെടുന്നു. കണ്ടെത്തി എന്നാണ് യുറേക്ക എന്ന വാക്കിന്റെ അർത്ഥം. ഈ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് പ്രശസ്തമായ ആർക്കിമിഡീസ് തത്വം ഉണ്ടാകുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർക്കിമിഡീസ് തത്വം എന്താണ് എന്നതാണ്. നിങ്ങൾ ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ബീക്കറിൽ ഒരു കല്ല് തൂക്കിയിട്ടിരിക്കും. കല്ലിന്റെ തൂക്കം 3 ന്യൂട്ടനാണ്. എന്നാൽ ഇതിനനുസരിച്ച് ആദേശം ചെയ്യുന്ന ഈ പാത്രത്തിലെ ഭാരം 3 ന്യൂട്ടൺ തന്നെയാണ്. അപ്പോൾ കല്ലിനനുസരിച്ച് വെള്ളം ആദേശം ചെയ്യുകയും മറ്റൊരു പാത്രത്തിൽ ആ ഭാരത്തിനനുസരിച്ച് വെള്ളം നിറയുകയും ചെയ്യും. ഇതിന്റെ അളവും ഏകദേശം തുല്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ആശയം, ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്രവശമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ഇവിടെ ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ആർക്കിമിഡീസ് തത്വം ഇതാണ്. ഇവിടെ ആർക്കിമിഡീസ് തത്വം എന്താണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പറയാം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, when an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്ലവന തത്വം എന്ന ടോപ്പിക്കാണ്. ഇനി ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പരീക്ഷണമാണ്. ഇവിടെയുള്ള ഈ ജലത്തിൽ ഒരു അലൂമിനിയം ഫോയിൽ നിവർത്തി വച്ചാൽ എന്തു സംഭവിക്കും? അതുപോലെ തന്നെ ആ അലൂമിനിയം ഫോയിലിനെ ഒരുപാട് മടക്കുകളായി ചുരുട്ടി ഈ ജലത്തിൽ വെച്ചാൽ എന്തു സംഭവിക്കും? ഇതാണ് ഇനി നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ അലൂമിനിയം ഫോയിൽ നിവർത്തി ഇട്ടപ്പോൾ അത് പൊങ്ങി നിൽക്കുകയും അതുപോലെ തന്നെ അലൂമിനിയം ഫോയിലിനെ മടക്കി ഇട്ടപ്പോൾ അത് താന്നു പോകുന്നതും കണ്ടു. എന്താണ് ഇതിന് കാരണം? ചെയ്ത പ്രവർത്തനത്തിന്റെ പിന്നിൽ ഉള്ള ആശയം പ്ലവന തത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലോട്ടേഷൻ ആണ്.
എന്താണ് പ്ലവനതത്വം? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഇതാണ് പ്ലവനതത്വം. ഇവിടെ ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമാണ്. ഇനി എങ്ങനെ ഈ ആശയം ഇംഗ്ലീഷിൽ പറയാം? വെയ്റ്റ് ഓഫ് എ ഫ്ലോയിങ് ബോഡി ഈസ് ഈക്വൽ ടു ദി വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. When a body is fully immersed in a fluid, the volume of the displaced fluid will be equal to the volume of the body. അപ്പോൾ നമുക്ക് പ്ലവനതത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലോട്ടേഷൻ ഇവിടെ മനസ്സിലായി. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പ്ലവനതത്വം അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ ഈ വീഡിയോ നിരീക്ഷിക്കൂ. ഒരു കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടും. കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കും. എന്നാൽ ഇരുമ്പ് കഷ്ണങ്ങൾ ജലത്തിൽ താഴ്ന്നു പോകും. എന്താണ് ഇതിനു പിന്നിൽ? ഇരുമ്പ് കഷ്ണങ്ങൾ ജലത്തിൽ മുങ്ങിത്താഴുമെങ്കിലും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കാറുണ്ട്. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇരുമ്പിൻ്റെ വ്യാപ്തത്തേക്കാൾ കൂടുതൽ വ്യാപ്തം ജലത്തെ അവയ്ക്ക് ആദേശം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. കപ്പലിനുള്ളിലെ പൊള്ളയായ ഭാഗം മാസ് വർദ്ധിക്കാതെ വ്യാപ്തം വർദ്ധിക്കാൻ സഹായിക്കും. ഇതുമൂലം കപ്പലിൽ ഭാരം കയറ്റിയാലും ആകെ ഭാരത്തിന് തുല്യമായ ഭാരം ആദേശം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇരുമ്പ് കഷ്ണത്തിൽ പൊള്ളയായ സ്ഥലം ഇല്ലാത്തതിനാൽ അതിൻ്റെ ഭാരത്തേക്കാൾ കുറവ് ജലത്തെ മാത്രമേ ആദേശം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് പ്ലവനതത്വവും അതുമായി ബന്ധപ്പെട്ട സന്ദർഭവുമാണ്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ആദ്യമായി സാന്ദ്രത എന്താണെന്ന് പരിചയപ്പെടാം. വസ്തുവിൻ്റെ പിണ്ഡവും അതിൻ്റെ വ്യാപ്തവും തമ്മിലുള്ള അനുപാതമാണ് സാന്ദ്രത. എങ്ങനെയാണ് സാന്ദ്രത കണ്ടെത്തുന്നത്? അതിനുള്ള സൂത്രവാക്യമാണ് സാന്ദ്രത സമം മാസ് ബൈ വ്യാപ്തം. ചില പദാർത്ഥങ്ങളുടെ സാന്ദ്രത ഒന്ന് നോക്കൂ. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. എന്നാൽ മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സാന്ദ്രതയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡെൻസിറ്റി എന്നതാണ്. ഇനി എങ്ങനെയാണ് ഡെൻസിറ്റിയെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്? ഡെൻസിറ്റി ഈസ് എ മെഷർ ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം. The equation of density is mass per volume. What is the unit of density? That is kilogram per meter cube. The density of water is 1000 kilogram per meter cube and kerosene is 810 kilogram per meter cube. ഇവിടെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് സാന്ദ്രതയെക്കുറിച്ചാണ്. ഇനി നമുക്ക് ആപേക്ഷിക സാന്ദ്രത എന്താണെന്ന് പരിചയപ്പെടാം. വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ഇനി എങ്ങനെയാണ് ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നത്? അതിനുള്ള സൂത്രവാക്യമാണ് ആപേക്ഷിക സാന്ദ്രത സമം വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ്. എന്താണ് ആപേക്ഷിക സാന്ദ്രത എന്ന ആശയം നമ്മൾ ചർച്ച ചെയ്തു. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി എന്നതാണ്. വാട്ട് യു മീൻ ബൈ റിലേറ്റീവ് ഡെൻസിറ്റി? Relative density of a substance is the ratio of the density of the substance to the density of water. ഇത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ.
Since it is a ratio, the relative density has no unit. ഇനി ഒരു പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടേത് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? നമ്മൾ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താനുള്ള സൂത്രവാക്യം പഠിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യന് ആൻസർ എങ്ങനെ കണ്ടെത്താം? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത സമം മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. നോക്കൂ, മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. എന്നാൽ ജലത്തിൻ്റേത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ലഭിക്കുന്നത് 0.81 എന്നതാണ്. ഇപ്പോൾ ചർച്ച ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഇംഗ്ലീഷാണ് സ്ക്രീനിൽ കാണുന്നത്. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് ദാറ്റ് ഓഫ് കെറോസിൻ ഈസ് 810 kilogram per meter cube. What will be the relative density of kerosene? The equation of relative density of kerosene is density of kerosene by density of water. The density of kerosene is 810 kilogram per meter cube. The density of water is 1000 kilogram per meter cube. That is 810 divided by 1000, that is 0.81. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കണ്ടെത്താം എന്നത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ഹൈഡ്രോമീറ്റർ. എന്തിനാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്? നമുക്ക് ചർച്ച ചെയ്യാം. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ആപേക്ഷിക സാന്ദ്രത എന്താണെന്നാണ്. ഇനി അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. സാന്ദ്രത അളക്കേണ്ട ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ മുക്കിയിടും. അങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നത്. സാന്ദ്രതയേറിയ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ പൊങ്ങിക്കിടക്കും. ഹൈഡ്രോമീറ്ററിൻ്റെ മുകളിലെ കുഴലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വില നോക്കിയാണ് ഒരു ദ്രാവകത്തിൻ്റെ സാന്ദ്രത തിട്ടപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാലിൻ്റെ സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഒന്നുകൂടി പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ ആപേക്ഷിക സാന്ദ്രത അളക്കാനും ലാക്ടോമീറ്റർ പാലിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷറിംഗ് റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് ലാക്ടോമീറ്റർ ടു ചെക്ക് പ്യൂരിറ്റി ഓഫ് മിൽക്ക്. ഈ രണ്ട് ഉപകരണത്തിൻ്റെയും പിന്നിലുള്ള തത്വം ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ നിയമം ആവിഷ്കരിച്ചത്. ഇവിടെ മണ്ണുമാന്തി യന്ത്രമാണ് വീഡിയോയിൽ കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇനി മറ്റൊരു വീഡിയോ ശ്രദ്ധിക്കൂ. ഹൈഡ്രോളിക് ജാക്കാണ് ഇത്. വാഹനങ്ങൾ സർവീസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഈ പ്രവർത്തനം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. ഇവിടെ ഏത് ഭാഗത്ത് ഞെക്കിയാലും ഓയിൽമെൻറ്റ് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള നിയമം? ഇവിടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അത് ആ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അനുഭവപ്പെടും. ഈ നിയമത്തിനെയാണ് നമ്മൾ പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം
ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽ നിയമം. ഇനി എങ്ങനെയാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ആൾ പാർട്സ് ഓഫ് ദി ലിക്വിഡ്. ദാറ്റ് ഈസ് ദി പാസ്കൽ ലോ. എന്താണ് പാസ്കൽ നിയമം എന്നത് മനസ്സിലായല്ലോ. ഇനി ഈ പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. വോളിയം ഓഫ് എ ലിക്വിഡ് കനോട്ട് ബി ചേഞ്ച്ഡ് യൂസിങ് പ്രഷർ. ദിസ് ഈസ് ദി ബേസിസ് ഓഫ് പാസ്കൽസ് ലോ. ചിത്രം നിരീക്ഷിക്കൂ. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ദ്രാവകം നിറച്ചതും വ്യത്യസ്ത ഛേദതല പരപ്പളവുമുള്ള 2 സിലിണ്ടറുകളെ ഒരു കുഴൽ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് A1 എന്നും വലിയ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് A2 എന്നും ആണ്. X എന്ന ഭാഗത്തെ പിസ്റ്റണിൽ F1 ബലം പ്രയോഗിക്കുമ്പോൾ Y എന്ന ഭാഗത്തെ പിസ്റ്റണിൽ F2 ബലം അനുഭവപ്പെടുന്നു. എങ്കിൽ പാസ്കൽ നിയമപ്രകാരം X എന്ന ഭാഗത്തെ മർദ്ദവും Y എന്ന ഭാഗത്തെ മർദ്ദവും തുല്യമായിരിക്കും. അതായത് P1 = P2. അപ്പോൾ F1/A1 = F2/A2. ഇതിനെ F1/F2 = A1/A2 എന്നും എഴുതാം. ഇനി ഈ സൂത്രവാക്യം ഉപയോഗിച്ച് ഒരു പ്രോബ്ലം നമുക്ക് പരിചയപ്പെടാം. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഒരു കുഴലിൻ്റെ ഒരു അഗ്രമുഖത്തിൻ്റെ പരപ്പളവ് 0.001 മീറ്റർ സ്ക്വയറും രണ്ടാമത്തെ അഗ്രത്തിൻ്റെ പരപ്പളവ് 1 മീറ്റർ സ്ക്വയറും ആണെന്നിരിക്കട്ടെ. ഒന്നാമത്തെ അഗ്രത്തിലെ ദ്രാവകോപരിതലത്തിൽ ഒരു ബലം പ്രയോഗിച്ചപ്പോൾ രണ്ടാമത്തെ അഗ്രത്തിലെ ദ്രാവകോപരിതലത്തിൽ 12,000 ന്യൂട്ടൺ ബലം അനുഭവപ്പെട്ടു. എങ്കിൽ ഒന്നാമത്തെ അഗ്രത്തെ ദ്രാവകോപരിതലത്തിൽ പ്രയോഗിച്ച ബലം എത്രയായിരിക്കും? The area of cross section of the first end of a U-shaped tube is 0.001 meter square and that of the second end is 1 meter square respectively. On applying a force on the first end of the tube, a force of 12,000 Newton was experienced at the second end. Calculate the force exerted on the first end of the tube. ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം? ഇവിടെ സൂത്രവാക്യം നമ്മൾ നേരത്തെ പഠിച്ചു. F1/F2 = A1/A2. F1 ആണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. F2 12,000 ന്യൂട്ടൺ. A1 0.001 മീറ്റർ സ്ക്വയറും A2 1 മീറ്റർ സ്ക്വയറും ആണ്. ഇനി ഇതൊന്ന് ചെയ്തു നോക്കാം. F1/12,000 0.001/1. അപ്പോൾ F1 എന്നുള്ളത് 0.001 × 12,000 എന്ന് ലഭിക്കും. അപ്പോൾ 0.001 × 12,000 എന്ന് പറയുന്നത് 12 ന്യൂട്ടനാണ്. അപ്പോൾ F1 എന്നുള്ളത് 12 ന്യൂട്ടൺ. ആദ്യത്തെ ഫോഴ്സ് F1 എന്നുള്ളത് 12 ന്യൂട്ടൺ ലഭിച്ചു. ഇനി നോക്കൂ, ഇതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലമാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. യു ആകൃതിയിലുള്ള ഒരു കുഴലിൻ്റെ ഒരഗ്രമുഖത്തിൻ്റെ പരപ്പളവ് 0.01 മീറ്റർ സ്ക്വയറും രണ്ടാമത്തെ അഗ്രത്തിൻ്റെ പരപ്പളവ് 1 മീറ്റർ സ്ക്വയറും ആണെന്നിരിക്കട്ടെ. ഒന്നാമത്തെ അഗ്രത്തിലെ ദ്രാവകോപരിതലത്തിൽ ഒരു ബലം പ്രയോഗിച്ചപ്പോൾ രണ്ടാമത്തെ അഗ്രത്തിലെ ദ്രാവകോപരിതലത്തിൽ 20,000 ന്യൂട്ടൺ ബലം അനുഭവപ്പെട്ടു. എങ്കിൽ ഒന്നാമത്തെ അഗ്രത്തെ ദ്രാവകോപരിതലത്തിൽ പ്രയോഗിച്ച ബലം എത്രയായിരിക്കും? ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ആശയമാണ് താഴെ കാണുന്നത്. ഈ ചോദ്യം നല്ലതുപോലെ വായിച്ചതിന് ശേഷം ഇതിൻ്റെ ആൻസർ കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ചു വെക്കുക.
അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾ ധാരാളം ചെയ്യുക. പാസ്കൽ നിയമത്തെക്കുറിച്ചും അതിൻ്റെ പ്രോബ്ലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നിത്യജീവിത സന്ദർഭങ്ങളിൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അനേകം ഉപകരണങ്ങൾ ഉണ്ട്. ചുവടെ തന്നിരിക്കുന്ന പട്ടിക നോക്കൂ. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രം. ഇനി ഇതുപോലെ ഒരുപാട് ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാവുന്നതാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് പാസ്കൽ നിയമം, അതുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ, പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകൾ. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി,